വെൽക്കം ബാക്ക് ടു എഡ്യൂപീസി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇന്ന് നമുക്ക് ഒരു പസിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മാജിക്കൽ പോണ്ട്. ഇൻ ദ മിഡിൽ ഓഫ് എ ബ്യൂട്ടിഫുൾ മാജിക്കൽ പോണ്ട് ലൈസ് എ ബ്രൈറ്റ് പിങ്ക് ലോട്ടസ്. ദ നമ്പർ ഓഫ് ലോട്ടസസ് ഡബിൾസ് എവറി ഡേ ഇൻ ദിസ് പോണ്ട്. After 30 days, the pond is completely covered with lotuses. On which day was the pond half full? ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഒരു മാജിക്കൽ പോണ്ട് ഉണ്ട്. ആ മാജിക്കൽ പോണ്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു പിങ്ക് ലോട്ടസ് ഉണ്ട്. ഓക്കെ, സോ ഈ പോണ്ടിലെ ലോട്ടസുകളുടെ എണ്ണം എല്ലാ ദിവസവും ഡബിൾ ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, 30 ഡേയ്സിന് ശേഷം പോണ്ട് കംപ്ലീറ്റ് ആയിട്ടും ഫില്ലാകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഏത് ദിവസമായിരിക്കും പോണ്ട് ഹാഫ് ഫില്ലാകുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഇനിഷ്യലി എന്താണ്, അവിടെ ഒരു ലോട്ടസ് ആണുള്ളത്. ഓക്കെ, ഫസ്റ്റ് ഡേ കഴിയുമ്പോൾ എന്തായിരിക്കും, ഓരോ ദിവസവും പോണ്ടിൻ്റെ ലോട്ടസിൻ്റെ എണ്ണം ഡബിൾ ആകുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇനിഷ്യൽ ഫസ്റ്റ് ലോട്ടസ് ആണ് ഒരു ലോട്ടസ്. ദെൻ ആഫ്റ്റർ ഫസ്റ്റ് ഡേ കഴിയുമ്പോൾ അതെന്താകുന്നു, ഡബിൾ ആകുന്നു അല്ലേ? 2 ലോട്ടസ് ഉണ്ടാകുന്നു. ദെൻ ആഫ്റ്റർ സെക്കൻഡ് ഡേ കഴിയുമ്പോഴോ 2 ലോട്ടസ് വീണ്ടും ഡബിളായി 4 ലോട്ടസ് ആകുന്നു. ദെൻ ആഫ്റ്റർ തേർഡ് ഡേ ആകുമ്പോൾ 4 ലോട്ടസ് ഡബിളായി 8 ലോട്ടസ് ആകുന്നു. ക്ലിയർ? അപ്പോൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? 30 ഡേ ആകുമ്പോൾ ലോട്ടസ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാകുന്ന പോണ്ട് ഫുള്ള് ലോട്ടസ് ആയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏത് ഡേയിലാണ് അത് ഹാഫ് ഫിൽഡ് ആകുന്നതെന്ന്? ഓക്കെ, അപ്പോൾ 13 ഡേയിൽ ഫുള്ളാകുമെങ്കിൽ തൊട്ട് മുമ്പിലുള്ള ദിവസം എന്തായിരിക്കും നടക്കുക? അവിടെ ഹാഫ് ഫിൽഡ് ആയിരിക്കും അല്ലേ? ഇവിടെ ഹാഫ് ആയാലാണ് അതിൻ്റെ ഡബിൾ ആയിട്ടുള്ള നെക്സ്റ്റ് ഡേയിൽ അത് ഫുള്ളാകും. ക്ലിയർ അല്ലേ? സോ ഇവിടെ ഹാഫ് ഫില്ലായാൽ നെക്സ്റ്റ് ഡേയിൽ എന്താകും, ഈ പാർട്ടും കൂടി ഫില്ലാവും അല്ലേ? ഡബിൾ ആകും. അങ്ങനെ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവും. പറഞ്ഞതൊക്കെയാണോ? അപ്പോൾ എന്താണ്, ഏത് ഡേയിലാണ് ഹാഫ് ആകുന്നത്? 29th ഡേയിലാണ് നമ്പർ ഓഫ് ലോട്ടസസ് ഹാഫ് ഫിൽഡ് ആകുന്നത്. ക്ലിയർ? അങ്ങനെയാകുമ്പോൾ 13th ഡേയിൽ എന്താവും, അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആകും. ക്ലിയർ? അപ്പോൾ ഈ പറയുന്നത് നമുക്കൊന്ന് എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതി നോക്കാം. ഫസ്റ്റ് ഇനിഷ്യലിൽ ദർ ഈസ് 1 ലോട്ടസ്, ഒരു ലോട്ടസ് ആണ് ഉള്ളത് അല്ലേ? അപ്പോൾ നമുക്കത് 1 എന്ന് എഴുതാം. ഓക്കെ, ദെൻ ആഫ്റ്റർ ഫസ്റ്റ് ഡേയിലോ എത്ര ലോട്ടസ് ആണ്? അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നമുക്ക് 2 ലോട്ടസ് ആണുള്ളത് അല്ലേ? 2 ലോട്ടസ് അല്ലെങ്കിൽ 2⁻1 എന്ന് എഴുതാം. ആഫ്റ്റർ സെക്കൻഡ് ഡേയിൽ എത്ര ലോട്ടസ് ഉണ്ട്? ഇത് വീണ്ടും ഡബിൾ ആകുന്നു, 2 × 2 ആകുന്നു അല്ലേ? അപ്പോൾ നമുക്ക് 2⁻2 എന്ന് എഴുതാം. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് 29th ഡേയിൽ അപ്പോൾ എത്ര ടൈം മൾട്ടിപ്ലൈ ചെയ്യണം? 2 × 2 × 2 × 29 ടൈംസ് നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ? 29 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻29 എന്ന് എഴുതാം. ക്ലിയർ? ഇനി 13th ഡേ ആകുമ്പോൾ 2 × 2 × 2 ഇങ്ങനെ 30 ടൈംസ് നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 30 ടൈംസ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2⁻30 എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് എന്ത്, എക്സ്പൊണൻഷ്യൽ ഫോമിൽ നമ്മളിത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദ നമ്പർ ഓഫ് ലോട്ടസസ് വെൻ ദ പോണ്ട് വാസ് ഫുള്ളി കവേർഡ്. എക്സ്പൊണൻഷ്യൽ ഫോമിലാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഫുള്ളി കവർ ആകുമ്പോൾ ലോട്ടസിൻ്റെ എണ്ണം എത്രയാണ്? 2⁻30 ആണ്. ഓക്കെ, 2 × 2 × 2 30 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ ഹാഫ് കവേർഡ് ആകുമ്പോൾ എത്രയാണ്? 2⁻29. ക്ലിയർ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് നോക്കാം. There is another pond in which the number of lotuses triples every day. When both the pond had no flowers, Damayanti placed a lotus in the doubling pond. After 4 days, she took all the lotuses from there and put them in the tripling pond. How many lotuses will there be in the tripling pond after 4 more days? Okay, അപ്പോൾ ഇവിടെ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? വേറെ ഒരു പോണ്ട് കൂടിയുണ്ട് അല്ലേ? ആ പോണ്ട് ഏതാണ്? ട്രിപ്ലിംഗ് പോണ്ടാണ്. അപ്പോൾ ട്രിപ്ലിംഗ് പോണ്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? അവിടെ ഓരോ ദിവസം കഴിയും തോറും ലോട്ടസിൻ്റെ എണ്ണം ട്രിപ്പിൾ ആവുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി എന്താണ്, അവിടെ പോണ്ടിൽ ഫ്ലവേഴ്സ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ദമയന്തി എന്ത് ചെയ്യുന്നു? ഡബിളിംഗ് പോണ്ടിലേക്ക് ഒരു ലോട്ടസ് പ്ലേസ് ചെയ്യുന്നു. ആഫ്റ്റർ 4 ഡേയ്സ് കഴിയുമ്പോൾ അവിടെ ഉണ്ടായ ഡബിളിംഗ് പോണ്ടിൽ എത്ര ലോട്ടസ് ഉണ്ടോ ആ കംപ്ലീറ്റ് ലോട്ടസ്
ട്രിപ്ലിംഗ് ബോണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു 4 days കഴിയുമ്പോൾ ട്രിപ്ലിംഗ് ബോണ്ടിൽ എത്ര ലോട്ടസ് ഉണ്ടായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ? അപ്പോൾ ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഡബിളിംഗ് ബോണ്ട്, ട്രിപ്ലിംഗ് ബോണ്ട്. അപ്പോൾ ഇവിടെ 2 ബോണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ഡബിളിംഗ് ബോണ്ടും ഉണ്ട്, ട്രിപ്ലിംഗ് ബോണ്ടും ഉണ്ട്. ക്ലിയർ? ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? ഇനിഷ്യലി 0 ലോട്ടസ് ആൻഡ് ഷീ പ്ലേസ്ഡ് എ ലോട്ടസ് ഇൻ day 1. എന്താ പറഞ്ഞത്? ദമയന്തി പറഞ്ഞു അവിടെ ലോട്ടസ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഷീ പ്ലേസ്ഡ് 1 ലോട്ടസ് ഇൻ ദ ഡബിളിംഗ് ബോണ്ട്. അല്ലേ? ഡബിളിംഗ് ബോണ്ടിൽ 1 ലോട്ടസ് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമ്പർ ഓഫ് ലോട്ടസ് ഇൻ ഡബിളിംഗ് ബോണ്ട് ആഫ്റ്റർ day 1. day 1 കഴിയുമ്പോൾ അവിടെ എത്ര ലോട്ടസ് ആയി? ഓരോ ദിവസവും ഡബിൾ ചെയ്യുന്നു. അപ്പോൾ എന്താണ്? 2 ലോട്ടസ് ആയി. കറക്റ്റ് അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് 2 raised to 1 എന്ന് എഴുതാം. ഓക്കെ, ദെൻ day 2 എത്രയായി? വീണ്ടും ഡബിൾ ആകുന്നു. 2 into 2 ആവുന്നു, അതായത് 2 raised to 2. വീണ്ടും day 3 ആകുമ്പോൾ എഗെയിൻ ഡബിൾ ആവുന്നു. 2 into 2 into 2, സോ ഇറ്റ്സ് 2 raised to 3. day 4 ആകുമ്പോൾ 2 into 2 into 2 into 2, അതായത് 2 raised to 4 ആകുന്നു. ക്ലിയർ? അതായത് ടോട്ടൽ എത്ര ലോട്ടസ് ആയി? 16 ലോട്ടസ് ആയി. 2 raised to 4 എന്ന് പറയുന്നത് 16 ആണ് അല്ലേ? അപ്പോൾ 16 ലോട്ടസ് ഉണ്ട് ഇപ്പോൾ ഡബിളിംഗ് ബോണ്ടിൽ 4 days കഴിഞ്ഞപ്പോൾ. ഇനി എന്ത് ചെയ്തു? ഈ കംപ്ലീറ്റ് ലോട്ടസും ട്രിപ്ലിംഗ് ബോണ്ടിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അതായത് 16 ലോട്ടസും എന്താണ്? ട്രിപ്ലിംഗ് ബോണ്ടിൽ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ദെൻ അവിടെ എന്താണ് സ്പെഷ്യാലിറ്റി? ഓരോ ദിവസം കഴിയുന്തോറും ട്രിപ്ലിംഗ് ബോണ്ടിൽ നമ്പർ ഓഫ് ലോട്ടസ് ട്രിപ്പിൾ ആകുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ 5th ഡേയിൽ 2 raised to 4 ലോട്ടസ് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ആഫ്റ്റർ 5th day ആകുമ്പോൾ എത്രയായിരിക്കും? 2 raised to 4 ട്രിപ്പിൾ ആകും അല്ലേ? ഇൻറ്റു 3 ആയിരിക്കും. ദെൻ 6th day ആകുമ്പോൾ 2 raised to 4 into 3 into 3 ആവും, വീണ്ടും ട്രിപ്പിൾ ആകും. ദെൻ 7th ഡേയിൽ 2 raised to 4 into 3 into 3 into 3 ആകും അല്ലേ? ദെൻ 8th ഡേയിൽ 2 raised to 4 into 3 into 3 into 3 into 3. ക്ലിയർ? ഓക്കെ, ഇപ്പോൾ ഓരോ ഡേ കഴിയുന്തോറും ട്രിപ്പിൾ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളോട് ചോദിച്ചത് ട്രിപ്ലിംഗ് ബോണ്ടിൽ പ്ലേസ് ചെയ്തതിന് ശേഷം 4 days കഴിയുമ്പോൾ എത്ര ലോട്ടസ് ഉണ്ടായിരിക്കുമെന്നാണ്. അപ്പോൾ ആഫ്റ്റർ 8 ഡേയിൽ കഴിയുമ്പോൾ 2 raised to 4 into 3 raised to 4 എന്ന് നമുക്ക് എഴുതാം അല്ലേ? 4 times ഉണ്ട്, സോ 3 raised to 4. സോ ആഫ്റ്റർ 4 days കഴിയുമ്പോൾ നമ്പർ ഓഫ് ലോട്ടസസ് ഇൻ ദ ട്രിപ്ലിംഗ് ബോണ്ട് എന്താണ്? 2 raised to 4 into 3 raised to 4 ആയിരിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് 2 raised to 4 into 3 raised to 4 എന്നാണ് നമ്മൾ എഴുതിയത് അല്ലേ? 2 raised to 4നെ നമുക്ക് 2 into 2 into 2 into 2 എന്ന് എഴുതാം. 3 raised to 4നെ 3 into 3 into 3 into 3 എന്ന് എഴുതാം. ക്ലിയർ? അപ്പോൾ ഞാൻ ഇതൊന്ന് റീഗ്രൂപ്പ് ചെയ്യാണ്. സോ 2 into 3 into 2 into 3 into 2 into 3 into 2 into 3. ഓക്കെ, പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 3 എത്ര ടൈംസ് ഉണ്ട്? 4 ടൈംസ് ഉണ്ട്. കറക്റ്റ് അല്ലേ? അതായത് 6 raised to 4 എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്കൊരു ജനറൽ ഫോം ക്രിയേറ്റ് ചെയ്യാം. അതായത് m raised to a into n raised to a ആണ് എങ്കിൽ m into n the whole raised to a ആയിരിക്കും. ഓക്കെ, ഇവിടെ ബേസ് ഡിഫറെൻ്റ് ആണ്, എക്സ്പോണൻസ് സെയിം ആണ് എങ്കിൽ എന്തായിരിക്കും? ബേസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എക്സ്പോണൻറ്റ് കോമൺ ആയിട്ട് എഴുതാം. ക്ലിയർ? ഒരു എക്സാമ്പിൾ 2 raised to 5 into 3 raised to 5 ആണ് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എക്സ്പോണൻസ് രണ്ടും 5 ആണ് അല്ലേ? ബേസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം? ബേസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എക്സ്പോണൻസ് കോമൺ ആയിട്ട് എഴുതാം. അപ്പോൾ 6 raised to 5 എന്ന് എഴുതാം. ക്ലിയർ? ഓക്കെ, അതേപോലെ തന്നെ m raised to a ഡിവൈഡഡ് ബൈ n raised to a ആണെങ്കിൽ നമുക്ക് m by n the whole raised to a എന്ന് എഴുതാം. ക്ലിയർ? അപ്പം ഇതിനൊരു എക്സാമ്പിൾ 10 raised to 5 by
5⁵ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എഴുതാം? ഇവിടെ രണ്ടിലും എക്സ്പോണൻസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് 10/5 the whole raised to 5 എന്ന് എഴുതാം. അതായത് 2⁵. ക്ലിയർ? ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് നമുക്ക് ഹൗ മെനി കോമ്പിനേഷൻസ്. സോ നെക്സ്റ്റ് വേറൊരു ടൈപ്പ് പസിലാണ്. സോ ഹൗ മെനി കോമ്പിനേഷൻസ് ആർ ദെയർ? എസ്തു ഹാസ് 4 dresses and 3 caps. How many different ways can എസ്തു combine the dresses and caps? അപ്പോൾ എസ്തുവിന് 4 ഡ്രസ്സും 3 ക്യാപ്പും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ഡിഫറെൻറ്റ് വേസിൽ എസ്തുവിനത് കമ്പൈൻ ചെയ്യാൻ സാധിക്കും? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പിക്ചറിൽ ക്ലിയർ ആണ്. എന്താണ്? 3 ക്യാപ്പും 4 ഡ്രസ്സസും ഉണ്ട്. അപ്പോൾ ഓരോ ക്യാപ്പ് ഇടുമ്പോഴും എത്ര കോമ്പിനേഷൻസ് പോസിബിൾ ആണ്? 4 കോമ്പിനേഷൻസ് പോസിബിൾ ആണ് അല്ലേ? ഫസ്റ്റ് ക്യാപ്പിൻ്റെ കൂടെ 4 ഡ്രസ്സ് പെയർ ചെയ്യാം, അപ്പോൾ 4 കോമ്പിനേഷൻ കിട്ടും. സെക്കൻഡ് ക്യാപ്പിൻ്റെ കൂടെയും ഇതേപോലെ 4 ഡ്രസ്സ് നമുക്ക് പെയർ ചെയ്യാൻ സാധിക്കും, അപ്പോൾ വീണ്ടും ഒരു 4 കോമ്പിനേഷൻ കിട്ടും. ദെൻ തേർഡ് ക്യാപ്പിൻ്റെ കൂടെ എഗെയിൻ എന്താണ്? 4 ഡ്രസ്സ് കമ്പൈൻ ചെയ്യാൻ സാധിക്കും അല്ലേ? 4 ഡ്രസ്സ് കോമ്പിനേഷൻ ചെയ്യാൻ സാധിക്കും. സോ വീണ്ടും ഒരു 4. ടോട്ടൽ എത്ര കോമ്പിനേഷൻസ് ഉണ്ട്? 4 × 3 ടൈംസ് അല്ലേ? അപ്പോൾ എത്രയാണ്? 12 കോമ്പിനേഷൻസ്. ടോട്ടൽ 12 കോമ്പിനേഷൻസ് നമുക്കിവിടെ പോസിബിൾ ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇതിന് മറ്റൊരു പ്രോബ്ലം കൂടി ഉണ്ട്. സോ റോക്സി ഹാസ് 7 dresses, 2 hats and 3 pair of shoes. How many different ways can റോക്സി dress up? റോക്സിയുടെ കയ്യിൽ 7 ഡ്രസ്സും 2 ഹാറ്റും 3 pair of ഷൂസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ തരത്തിൽ അല്ലെങ്കിൽ എത്ര തരത്തിൽ റോക്സിക്ക് അത് പെയർ ചെയ്യാൻ സാധിക്കും? ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 ഹാറ്റും 3 pair of ഷൂസും 7 ഡ്രസ്സും ആണ് ഉള്ളത് അല്ലേ? അപ്പം നമുക്ക് ഫസ്റ്റ് ഹാറ്റിൻ്റെ കൂടെ ഏതൊക്കെ കോമ്പിനേഷൻ ചെയ്യാം? ഷൂ 1 കോംബോ ചെയ്യാം, ദെൻ 7 ഡ്രസ്സ് കമ്പൈൻ ചെയ്യാം. കറക്റ്റ് അല്ലേ? അപ്പോൾ ഞാനിവിടെ എഴുതുന്നു ഹാറ്റ് 1 പ്ലസ് ഷൂ 1 പ്ലസ് 7 ഡ്രസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കോമ്പിനേഷൻ. അങ്ങനെ ഇങ്ങനെ എത്ര കോമ്പിനേഷൻ ഉണ്ടാകും? 7 ഡ്രസ് ഉണ്ട്, സോ 7 കോംബോ. കറക്റ്റ് അല്ലേ? അതേപോലെ എനിക്ക് എന്ത് ചെയ്യാം? ഹാറ്റ് 1ൻ്റെ കൂടെ ഷൂ 2 പെയർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 7 ഡ്രസ്സിൻ്റെ കൂടെ എനിക്ക് എഗെയിൻ 7 കോംബോ കിട്ടും. കറക്റ്റ് അല്ലേ? വീണ്ടും നമുക്ക് 7 ടൈപ്പിൽ സ്റ്റൈൽ ചെയ്യാം അല്ലേ? അതുപോലെ വീണ്ടും ഹാറ്റ് 1ൻ്റെ കൂടെ ഷൂ 3 മൂന്നാമത്തെ ടൈപ്പ് ഷൂ പെയർ ചെയ്തുകൊണ്ട് എല്ലാ ഡ്രസ്സും നമുക്ക് പെയർ ചെയ്യാം. കറക്റ്റ് അല്ലേ? സോ 7 ഡ്രസ് പെയർ ചെയ്യാം, വീണ്ടും 7 കോമ്പിനേഷൻ കിട്ടും. ക്ലിയർ? ഓക്കെ അല്ലേ? ഇനി അതേപോലെ എന്ത് ചെയ്യാം? ഹാറ്റ് 2 എടുക്കാം. സോ ഹാറ്റ് 1ൻ്റെ കൂടെ നമ്മളെല്ലാം കോംബോ പെയർ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് ഹാറ്റ് 2 കൺസിഡർ ചെയ്യാം. ഹാറ്റ് 2 ആണെങ്കിൽ അഗെയിൻ ദിസ് കോംബോസ് അല്ലേ? ഷൂ 1 പെയർ ചെയ്യാം, 7 ഡ്രസ്സ് പെയർ ചെയ്യാം. 7 ഡ്രസ്സസ് എടുക്കുമ്പോൾ നമുക്ക് 7 കോമ്പിനേഷൻസ് കിട്ടും. 7 കോംബോ. ദെൻ ഹാറ്റ് 2ൻ്റെ കൂടെ ഷൂ 2 സെക്കൻഡ് പെയർ കമ്പൈൻ ചെയ്ത് 7 ഡ്രസ്സസിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാം. അപ്പോൾ വീണ്ടും നമുക്കൊരു 7 കോമ്പിനേഷൻ കിട്ടും. കറക്റ്റ് അല്ലേ? ദെൻ ഹാറ്റ് 2ൻ്റെ കൂടെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഷൂ 3 പെയർ ചെയ്യാം. അവിടെയും നമുക്ക് 7 ഡ്രസ്സസിൻ്റെ കൂടെ പെയർ ചെയ്ത് 7 കോമ്പിനേഷൻസ് കിട്ടും. ക്ലിയർ? ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര കോമ്പിനേഷൻസ് ആയി? 7 പ്ലസ് 7 പ്ലസ് 7 പ്ലസ് 7 പ്ലസ് 7 പ്ലസ് 7. ഓക്കെ, അതായത് 7 × 6. സോ 42 കോമ്പിനേഷൻസ്. ക്ലിയർ? ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഹാറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ കോമ്പിനേഷൻസ് എങ്ങനെയാണ്? 2 ഹാറ്റ്സ് ഇൻറ്റു എത്ര ഷൂസ് ഉണ്ട്? 3 പെയർ ഓഫ് ഷൂസ്. സോ 3 ഷൂസ് ഇൻറ്റു 7 ഡ്രസ്സസ്. ക്ലിയർ? ഇതാണ് ടോട്ടൽ കോമ്പിനേഷൻസ്. അപ്പോൾ എത്ര വരുന്നു? 2 × 3 × 7. സോ അഗെയിൻ 42 കോമ്പിനേഷൻസ് ആർ പോസിബിൾ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ പസിൽസ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.